Hello, welcome back to my channel. So, ഇന്നത്തെ വീഡിയോ വരുന്നത് Amazon ഫാഷൻ ഹോൾ ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന അധികവും എത്നിക് വെയർസ് ആണ്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റ് ആട്ടോ. അത് കുർത്ത പാൻറ്റ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ഇൻഡോ എറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷനും പിന്നെ പാറ്റേൺസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മുകളിലാണെങ്കിൽ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ അതിലിങ്ങനെ ബോർഡറും ഉണ്ട് കേട്ടോ. ബോർഡറിൽ ഇങ്ങനെ ഫ്ലോറലും വരുന്നുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ ഒരു ജോമെട്രിക് ടൈപ്പും വരുന്നുണ്ട് കേട്ടോ. ഇവിടെയുണ്ട് ബോർഡർ. പിന്നെ താഴത്തേക്ക് ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ്. രണ്ട് സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് കേട്ടോ. താഴെ ഇല്ല. ആൻഡ് ബാക്കിൽ ഇങ്ങനെയാണ്. ബാക്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ പ്ലീറ്റ്സ്. ഫ്രണ്ടിലാണെങ്കിൽ ചെറുതായിട്ട് ഇവിടെ കയറിയിട്ടാണ്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ മെറ്റലിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതിലിങ്ങനെ ബീഡ്സും വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. വീനെക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തയാട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ആൻഡ് ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. താഴെ മാത്രം ബോർഡർ ഉണ്ട് കേട്ടോ. ബാക്കി മൊത്തം പ്ലെയിൻ ആണ്. ആൻഡ് ദുപ്പട്ട ആണെങ്കിൽ മൊത്തം ഇങ്ങനെ പ്രിൻ്റഡ് ആണ്. കുർത്തയിലുള്ള പാറ്റേൺസ് ആണ് ദുപ്പട്ടയിലും വരുന്നത്. കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ആൻഡ് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും പിന്നെ ഡിസൈൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇത് ഇൻഡോറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഞാൻ മേടിച്ച മീഡിയം സൈസ് ആട്ടോ. എനിക്ക് കറക്റ്റാണ്. ആൻഡ് എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാനത് പർച്ചേസ് ചെയ്ത് 1469 റുപ്പീസിനാണ്. അടുത്തതും ഇൻഡോ എറയുടെ കുർത്ത സെറ്റാണ്. ഇത് കുർത്ത പ്ലസ് പാൻ്റ് ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ആൻഡ് ഇതിൽ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കുർത്ത സെറ്റിൽ മൊത്തം ഇങ്ങനെ ലൈൻസ് പോലെ ത്രെഡ് പോയിട്ടുണ്ട്. ആൻഡ് 3/4 സ്ലീവാണ്. വീനെക്കാണ്. ഫ്രണ്ടിൽ ഫ്ലെയർ ഇങ്ങനെ കുറച്ച് കയറിയിട്ടാട്ടോ. ബാക്കിൽ സ്ട്രെയിറ്റ് ആണ്. ഞാൻ മേടിച്ച മീഡിയം സൈസ് ആട്ടോ. ആൻഡ് പാൻസ് ആണെങ്കിൽ സെയിം പ്രിൻറ്റിലാണ് വരുന്നത്. ബാക്കിലാണ് എലാസ്റ്റിക്. ഇത്രയും ലെങ്ത് ഉണ്ട്. കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ആൻഡ് ഞാനത് മേടിച്ചത് 999 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി വെയർ ആണ്. ഇത് ലിബാസിൻ്റെ കുർത്ത സെറ്റാട്ടോ. ഇതാണെങ്കിൽ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇവിടെ. പിന്നെ നല്ല ലോങ് ആയിട്ടുള്ള സ്ലീവ്സ് ആട്ടോ. സ്ലീവിൻ്റെ അറ്റത്താണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഗോൾഡൻ ത്രെഡും കൊണ്ടാണ് എംബ്രോയ്ഡറി ഉള്ളത്. പിന്നെ അതിലിങ്ങനെ സ്വീക്കൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പിക്ചറിൽ ആക്ച്വലി ഒരു സിൽവർ കളറായിട്ടാട്ടോ ഇത് കാണിക്കുന്നത്. പക്ഷെ ഇത് ആക്ച്വലി ഗോൾഡൻ കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാട്ടോ. ആൻഡ് ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആണ്. ബാക്കിലെ ഫ്ലെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ്. ഫ്രണ്ടിലും സ്ട്രെയിറ്റ് ആട്ടോ. പിന്നെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്. ആൻഡ് ലൈനിങ്ങും വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സിൽ ലൈനിങ് ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള സിൽക്ക് ബ്ലെൻഡ് എന്നാണ്. കുറച്ചിങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഇത്രയുണ്ട് ലെങ്ത്ത്. ആൻഡ് ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ പാൻസ് ആണെങ്കിൽ ടോപ്പിന് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് പാൻസ് ഞാൻ ഇടുമ്പോൾ വിസിബിൾ ആവത്തില്ല കേട്ടോ. പിന്നെ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ സ്കാലപ്പ് ബോർഡറാണ്. അപ്പോൾ ഞാനത് മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് നിങ്ങൾക്കിത് ഭയങ്കര ലെങ്ത് ഉണ്ടെങ്കിൽ കുർത്തേൻ്റെ അടിഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാം കേട്ടോ. കാരണം അവിടെ ഇങ്ങനെ വർക്കും അങ്ങനെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പം കുറച്ച് കട്ട് ചെയ്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ അല്ലാണ്ട് ജസ്റ്റ് മടക്കി അടിക്കുക ചെയ്താൽ പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ പാൻറ്റ് വിസിബിൾ ആയിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യണമെങ്കിലും അങ്ങനെ മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത്
2623 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ലിബാസിൻ്റെ കുർത്ത സെറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ആണ് വരുന്നത്. പിന്നെ ഇത് സ്ലീവ്ലെസ് ആണ് ആൻഡ് എക്സ്ട്രാ സ്ലീവ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. ഉണ്ടോ, ഇത്രയും ഉണ്ട്. അറ്റത്ത് ഇങ്ങനെ ലേസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് അറ്റത്ത് ലേസും ഉണ്ട്. ആൻഡ് ഇതാണെങ്കിൽ ഞാൻ മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് ടോപ്പ് ഇപ്പോൾ നല്ല കറക്റ്റായിട്ടാട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇത് കോട്ടൺ ആയതുകൊണ്ട് വാഷ് ചെയ്യുമ്പം ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആവുമെന്ന് ഡൗട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ട്രെയിറ്റ് കുർത്തയാണിത്. ബാക്കിൽ പ്ലെയിൻ ആട്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സൈഡിലും താഴെയും ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ 2 സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. 2 സൈഡിലുണ്ട്. അടിയിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. ആൻഡ് ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ആൻഡ് ദുപ്പട്ടയിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. കുർത്തയ്ക്കാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2162 റുപ്പീസാണ്. അടുത്തത് മാക്സിൻ്റെ ഈ ഒരു ഡ്രസ്സാണ്. റൗണ്ട് നെക്കാണ്. മേളിലാണെങ്കിൽ ഇങ്ങനെ ഒരു ലെയർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിടുമ്പോൾ ഒരു സ്കേർട്ടും ടോപ്പും ഇട്ട പോലെ ആ ഒരു മോഡൽ പോലെ വരും കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. ബാക്കിലും ഇങ്ങനെ ഒരു ലെയർ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ റയോൺ ആണ്. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതിലാണെങ്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എംബ്രോയ്ഡറി. ക്ലോസപ്പിൽ കാണിക്കാം. ബാക്കിൽ എംബ്രോയ്ഡറി ഇല്ല. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 1139 റുപ്പീസിനാണ്. ആൻഡ് ഞാൻ മേടിച്ച സൈസ് ലാർജ് ആട്ടോ, ഒരു സൈസ് അപ്പാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ലൂസാട്ടോ. സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.